നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏപ്രിൽ മാസത്തിൽ പലവിധത്തിലുള്ള തടസ്സങ്ങളും മനക്ലേശവും യാത്രാക്ലേശവും സാമ്പത്തികമായിട്ടുള്ള അനിശ്ചിതാവസ്ഥകളൊക്കെ ഏപ്രിൽ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ വന്നു ചേരുമെങ്കിലും വളരെ സസൂക്ഷ്മം ചിന്തിച്ച് പ്രവർത്തിക്കുകയും വളരെ ആത്മസംയമനത്തോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയും വേണ്ടപ്പെട്ടവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും മേലധികാരിയോ ഗുരുകാരണവന്മാരോ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നത് ഒരു പരിധിവരെ അനിഷ്ടാവസ്ഥകളെ പരിഹരിച്ച് മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഏറെക്കുറെ തൃപ്തികരമാകും വിധത്തിൽ ഏതൊരു കാര്യവും ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാൻ സാധിക്കും. തന്മൂലം ഒരുപക്ഷെ നേർന്നുകിടപ്പുള്ള വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും വിശേഷപ്പെട്ട ആരാധനാലയ ദർശനം നടത്തുവാനും യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ആണെങ്കിൽ പ്രാരംഭത്തിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെടും. പരീക്ഷ, ഇൻ്റർവ്യൂ, സന്ധി സംഭാഷണം മുതലായവയൊക്കെ സ്വയം തീരുമാനിക്കുന്നതാണെങ്കിൽ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലായിരിക്കും നന്നാവുക. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ എഴുതുന്നതിൽ കഴിവും പ്രാപ്തിയും അറിവുമുണ്ടെങ്കിലും വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കാതെ വരും. ആയതുകൊണ്ട് പരീക്ഷാകാലങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ഈശ്വര പ്രാർത്ഥനകൾ നടത്തുന്നത് നന്നായിരിക്കും. ഏത് ആചാരപ്രകാരം ആണെങ്കിലും അവരവരുടെ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുകയും അമ്പലത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും പ്രത്യേകിച്ച് ഈശ്വര പ്രാർത്ഥനകൾക്ക് ഏൽപ്പിക്കുകയും സ്വയം ചെയ്യുകയും ചെയ്യുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണകരമായി തീരും. ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയുള്ള പ്രവൃത്തി മണ്ഡലങ്ങളിൽ നിന്നും ആവുന്നതും ആദ്യത്തെ പകുതിയിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പൊതുവെ ഗതിവിഗതികളൊക്കെ അനുസരിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ ഉപയോഗിക്കുമ്പോൾ വളരെ നിയന്ത്രണം വേണ്ടതാണ്. വളരെ നിശ്ചയിച്ച കാര്യങ്ങൾക്കാണെങ്കിൽ പോലും, വളരെ സുതാര്യമാണെങ്കിലും നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ പ്രയത്നിച്ച് മാത്രമേ ലക്ഷ്യപ്രാപ്തി നിർവഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാ കാര്യങ്ങൾക്കും ഇരട്ടി ചെലവ് അനുഭവപ്പെടുന്നത് വഴി മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ പണം കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം, അന്ധവിശ്വാസം എന്നിവ ഒഴിവാക്കി യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുന്നത് ഒരു പരിധിവരെ മാസത്തിൻ്റെ പകുതിയിൽ ഗുണകരമായി തീരുവാനും അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ യോഗമുണ്ട്. നമസ്കാരം.